നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട കലാകാരൻ പത്മരാജൻ വിട പറഞ്ഞിട്ട് ഈ ജനുവരി 23-ന് 35 വർഷം തികയാണ്. അപ്പോൾ പത്മരാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ, അത് ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക, ഒന്നോ രണ്ടോ സിനിമ നമുക്കങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം അത്ര മനോഹരമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പത്മരാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെയും സംവിധായകനെയും രണ്ടുപേരിൽ ആരാണ് മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചെറുകഥകൾ എഴുതി, നോവലുകൾ എഴുതി, പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് പല സിനിമകളുണ്ടാവും. അതിപ്പോ പെരുവരമ്പലം മുതൽ അദ്ദേഹം അവസാനം ചെയ്ത ഞാൻ ഗന്ധർവൻ വരെ, അതായത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ, അതിൽ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ പലതരം എന്താ പറയുക, നമ്മുടെ നായകന്മാരെ അല്ലെങ്കിൽ ഈ താരങ്ങളുടെ ഒരു താരമൂല്യം ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ താരമൂല്യം മുൻനിർത്തിയല്ല അദ്ദേഹം സിനിമകൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അദ്ദേഹം സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പത്മരാജനെ കുറിച്ച് പറയാനുണ്ട്. ഇന്നിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിലെ നടന്മാരുമായിട്ട്, നായകന്മാരായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, താരങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അവരൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. അത് നമുക്ക് ആദ്യം പറയേണ്ടത് മോഹൻലാൽ തന്നെയാണ്. കാരണം മോഹൻലാൽ ശരിക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ അഭിനയിച്ചെന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തൂവാനത്തുമ്പികൾ തന്നെയായിരിക്കും. അപ്പോൾ കുറച്ച് സിനിമകളേ ഉള്ളൂ. അതായത് പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമകളിൽ പറയുകയാണെങ്കിൽ തൂവാനത്തുമ്പികൾ, ദേശാടനക്കിളി കരയാറില്ല, സീസൺ, ഇങ്ങനെ വളരെ കുറച്ച് സിനിമകൾ തന്നെ ശരിക്കുള്ളൂ. പിന്നെ കരിയിലക്കാറ്റ് പോലെ. പിന്നെ അദ്ദേഹം എഴുതിയ സിനിമകൾ, അതില് കരിമ്പിൻ പൂവനക്കരെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മറ്റ് സിനിമകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിൽ മോഹൻലാലിന് കൊടുത്ത കഥാപാത്രത്തെക്കാട്ടും വേറൊരു തരത്തിലുള്ള കുറച്ചൊരു എന്താ പറയുക, ഒരു ക്രൂവലായിട്ടുള്ള ഒരു വില്ലനിസം ഉള്ള ഒരു കഥാപാത്രമാണ് കരിമ്പിൻ പൂവനക്കരെ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഈ വിശേഷിയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ മോഹൻലാലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു ബന്ധം, മോഹൻലാലിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈഫ് രാധാലക്ഷ്മി പത്മരാജൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മോഹൻലാലിനായിട്ട് ഒരു വല്ലാത്തൊരു ബന്ധമാണ്. അതായത് മോഹൻലാൽ ഒരു വീട്ടിൽ വരുന്നതും, അതായത് പത്മരാജന്റെ മരണശേഷമൊക്കെ മോഹൻലാൽ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു മുറിയിൽ, പത്മരാജന്റെ ഒരു മുറിയിൽ മോഹൻലാലുമായിട്ടുള്ള മോഹൻലാൽ എന്താണ് ആ ഒരു കണക്ഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, അതൊക്കെ വളരെ എന്താ പറയാ, ഒരു സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. ഇതില് തൂവാനത്തുമ്പികളൊക്കെ ചെയ്യുന്ന ഒരു സമയം, ഇപ്പൊ അതായത് പത്മരാജന്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട് പത്മരാജന്. അതില് പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ നടനും, അദ്ദേഹം പത്മരാജന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നടനാണ്. ഇന്നിപ്പോ ഈ അടുത്ത് ഇലക്ഷനൊക്കെ അദ്ദേഹം കൗൺസിൽ ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. നിങ്ങൾ പലവർക്കും അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും. അപ്പൊ പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ദേശാടനക്കിളിയും നമുക്ക് പറക്കാൻ മുതിർത്തോക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഏത് സിനിമ മനസ്സിൽ വന്നു കഴിഞ്ഞാലും അത് ഇത് മോഹൻലാല് ചെയ്താലേ നന്നാവുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. അത് ഏത് കഥ എഴുതിയാലും മോഹൻലാലിനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് തൂവാനത്തുമ്പികളിലേക്ക് കിടക്കുന്നത്. അത് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള തന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഉണ്ണി എന്ന് പറയുന്ന പത്മരാജന്റെ ഒരു സുഹൃത്ത്, ആ ഉണ്ണിയുടെ ഒരു ആ ലൈഫിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഓൾറെഡി ഒരു നോവൽ എഴുതിയിരുന്നു, ഉദകപ്പോള എന്നും പറഞ്ഞിട്ട്. അത് കുറെ മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു നോവലാണ്. അതാണ് പിന്നീട് അദ്ദേഹം സിനിമയാക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഓപ്ഷൻ, ഉണ്ണിയുടെ ആ ഒരു കഥ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ മോഹൻലാൽ എന്നുള്ളത് തന്നെയായിരുന്നു പത്മരാജന്റെ മനസ്സിൽ. അതിനാണെങ്കിൽ തൂവാനത്തുമ്പിൽ തുടങ്ങുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന് ആ സമയത്ത്, അതായത് കുറച്ച് ആരോഗ്യ പ്രശ്നം, അതായത് മോഹൻലാലിന് ഭയങ്കര നടുവേദനയുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരു ഷോട്ട് കഴിയുമ്പോൾ തന്നെ മോഹൻലാൽ അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു തറയിൽ കിടക്കും, അതായത് ഒരു പായോ വേറൊരു ഷീറ്റോ ഒന്നും ഇല്ലാതെ തറയിൽ കിടക്കും. വീണ്ടും ഷോട്ട് റെഡിയാകുമ്പോൾ മോഹൻലാൽ വരും. അങ്ങനെ മോഹൻലാൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ പത്മരാജനോടുള്ള ഒരു ബന്ധമാണ്. മോഹൻലാൽ എല്ലാവരോടും അങ്ങനെയാണ്. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ വളരെയധികം ആസ്വദിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഉള്ള ഒരു സിനിമയാണ് നമുക്കറിയാം സീസൺ ശരിക്കും വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് ശരിക്കും അന്ന് പത്മരാജൻ ചെയ്തത്. അപ്പോൾ സീസണ് മുമ്പ് പറയേണ്ട എന്ന് പറയുന്ന അപരൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അപരനിൽ ശരിക്കും തൂവാനത്തുമ്പികൾ കഴിഞ്ഞിട്ട് അന്നത്തെ കുറച്ച് മാഗസീൻസിലൊക്കെ വന്നൊരു വാർത്തയുണ്ട്, തൂവാനത്തുമ്പികൾ അന്ന് വിചാരിച്ച പോലെ ഏറ്റില്ല. അപ്പൊ മോഹൻലാലിന് അതിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പത്മരാജന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മളതൊരു ഭയങ്കര എന്താ പറയുക, കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു സിനിമയാണ്, ഇന്ന് റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. പത്മരാജൻ എന്ന് പറയുമ്പോൾ എല്ലാവരും തൂവാനത്തുമ്പികളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. ഈ അടുത്ത് ഒരു ഫംഗ്ഷനിൽ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ അതിന്റെ സംവിധായകനാണ് ആനന്ദ്, അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നറാണ്. അദ്ദേഹം പറഞ്ഞു, ലോക സിനിമയിൽ തൂവാനത്തുമ്പികൾ പോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അത് ആനന്ദ് മാത്രമല്ല, ഒരുപാട് പേര്, അനുപമേനൊക്കെ സിനിമയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ
സിനിമ അന്ന് പരാജയമായിരുന്നു. മോഹൻലാൽ അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അപരൻ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അപരനും ഇതേപോലെ തന്നെ പത്മരാജൻ എഴുതിയ ഒരു കഥയാണ്. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വേറൊരു എഴുത്തുകാരൻ, അവർ രണ്ടുപേരുടെ ഒരു കഥ ചേർത്തിട്ടാണ് അപരൻ സിനിമയാക്കാൻ ഉദ്ദേശിച്ചത്. അന്ന് പക്ഷെ മോഹൻലാലിന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. മോഹൻലാൽ അന്ന് 20ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉടനെ പത്മരാജന് തുടങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് പുതുമുഖമായിരുന്ന ജയറാമിനെ അതിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ജയറാമും പത്മരാജനായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. അപ്പോൾ മോഹൻലാൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപരനും ഒക്കെ കഴിഞ്ഞ് മൂന്നാമൊക്കെ കഴിഞ്ഞിട്ടാണ് സീസണിലേക്ക് കിടക്കുന്നത്. എനിക്കൊന്ന് മൂന്നാമക്കും സീസൺ ഏകദേശം ഒരേ കാലഘട്ടം, ആ ഒരു വർഷമാണ് 80 തന്നെയാണ്, മൂന്നാമക്കം കഴിഞ്ഞിട്ടാണ്. അപ്പൊ സീസൺ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മോഹൻലാലിന് അന്ന് ഒരു ഫൈറ്റ് സീക്വൻസ്, ഒരു പാറയുടെ മുകളിൽ നിന്ന് മോഹൻലാൽ ഇങ്ങനെ ഒരു എഴഞ്ഞു നീങ്ങുന്ന ഒരു സീൻ. അപ്പൊ അതിൽ മോഹൻലാലിന്റെ പിൻഭാഗം മുഴുവനും മുറിഞ്ഞിട്ട് ചോര വന്നിട്ട് പോലും മോഹൻലാൽ അതിൽ ആ ഷോട്ട് മുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് മോഹൻലാൽ അതിൽ മരുന്ന് പോലും വെക്കാതെയാണ് മോഹൻലാൽ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ബോണ്ടിങ് ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ ഗന്ധർവന്റെ ഒരു സമയത്ത് വീണ്ടും മോഹൻലാലും പത്മരാജന് വീണ്ടും ഒന്നിക്കുന്നു. അന്ന് ഒരു സ്പെഷ്യൽ ഒരു അനൗൺസ്മെന്റ് വരെ ഇവർ നടത്തിയിരുന്നു. ഒരു സ്വകാര്യ ചടങ്ങിൽ ഇവർ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നതാണ്. എന്നിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞു ഞാനും പപ്പേട്ടനും വീണ്ടും ഒന്നിക്കണം. അതിന്റെ ഇടയ്ക്ക് അന്ന് സിനിമാ ലോകത്ത് കുറച്ച് ഗോസിപ്സ് ഒക്കെ ഉണ്ട്. അതായത് മോഹൻലാൽ പത്മരാജനും തമ്മിൽ തെറ്റി, ഇവർ വീണ്ടും ഒന്നിക്കുന്നില്ല, ചിലപ്പോൾ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് അറിയില്ല, എങ്കിലും അവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ ഗന്ധർവൻ കഴിഞ്ഞിട്ട് നിതീഷ് ഭരദ്വാജിനെയും മോഹൻലാലിനെ ചേട്ടനും അനിയന്മാരുമായിട്ട്, അതൊരു സഹോദരങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമ പത്മരാജന് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായത് പത്മരാജൻ മരിക്കുമ്പോൾ ശരിക്കും ഓൾറെഡി 5 or 6 സിനിമയ്ക്ക് വേണ്ട കഥകൾ റെഡിയാക്കി വെച്ചിരുന്നു അദ്ദേഹം അതിനുശേഷം ചെയ്യാനായിട്ട്. നിതീഷ് ഭരദ്വാജ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കേരളത്തിൽ വന്ന സമയത്തും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് എനിക്ക് മിസ് ചെയ്ത ഒരു സിനിമയാണ്, എന്നെയും മോഹൻലാലിനെയും വെച്ച് പത്മരാജൻ സാർ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. മോഹൻലാൽ പറയും ഇന്നും പത്മരാജൻ സാറിനെ കുറിച്ച് ഓർക്കാത്ത, അതായത് പപ്പേട്ടനാണെന്ന് വിളിക്കും, പപ്പേട്ടനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ മനസ്സിലുണ്ടാവില്ല. എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ടെന്ന് മോഹൻലാൽ പറയാറുണ്ട്. മമ്മൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം, മമ്മൂട്ടിയായിട്ടും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാൻ വളരെ കുറച്ച് സിനിമകൾ അദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുള്ളൂ. അതായത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിൽ ആദ്യം അഭിനയിച്ചത് കൂടെവിടെയാണ്. അപ്പോൾ കൂടെവിടെ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും വളരെ പ്രത്യേകം നിറഞ്ഞൊരു സിനിമയാണ്. കാരണം അതിനു മുമ്പ് പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമകൾ ഈ പറഞ്ഞ പോലെ പെരുവരമ്പഴം, ഒരിടത്തൊരു ഫയൽമാൻ എന്ന് പറഞ്ഞ എല്ലാം ഒരു കമേഴ്ഷ്യൽ സിനിമകളല്ല, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് സിനിമകളല്ല. അതിന്ന് മാറി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ഒരു ഭയങ്കരമായിട്ടൊരു ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുകയും ഭയങ്കരമായിട്ട് കമേഴ്ഷ്യൽ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിയ സിനിമയായിരുന്നു കൂടെവിടെ. അതിൽ റഹ്മാൻ എന്ന് പറഞ്ഞൊരു പുതുമുഖ നായകനെ കൊണ്ടുവരുന്നു. ശരിക്കും അതിൽ ആ ഒരു റോളില് മമ്മൂട്ടി ചെയ്ത ആ ഒരു റോളിലേക്ക് ആദ്യം അന്ന് പത്മരാജന്റെ താല്പര്യം, പത്മരാജന്റെ തന്നെ നവംബറിന്റെ നഷ്ടം എന്ന് പറഞ്ഞ ഒരു സിനിമയില് നായകന്മാരിൽ ഒരാളായിട്ട് വന്ന് രാമചന്ദ്രൻ, അദ്ദേഹം പിന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, പിന്നീട് പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനായിരുന്നു പത്മരാജന് താല്പര്യം. പക്ഷെ അതിന്റെ നിർമ്മാതാവായ പ്രേംപ്രകാശിന് മമ്മൂട്ടിയായിരുന്നു താല്പര്യം. അങ്ങനെയാണ് പത്മരാജന് ഒരു പകുതി സമ്മതത്തിൽ അതിൽ മമ്മൂട്ടിനെ ഓക്കെ പറഞ്ഞതും. പിന്നീട് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ആ പത്മരാജന് എന്നെ അധികം വലിയ താല്പര്യം അതില്ലായിരുന്നു, പക്ഷെ ഞാൻ അങ്ങ് അതിക്രമിച്ച് കയറി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഇടം നേടി എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, നൊമ്പരത്തിപ്പൂവ്, കരിയിലക്കാറ്റ് പോലെ. അപ്പോൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ സക്കറിയ എന്ന് പറഞ്ഞ കഥാപാത്രം മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നൊക്കെ പിന്നീട് തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊരു എന്താ പറയുക, ആകാശം വന്ന് ഇടിഞ്ഞു വീണാലും ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പത്മരാജന്റെ പഴയ ഒരു അഭിമുഖം, അതിലൊരു റീലി എടുത്ത് ഞാൻ കണ്ടിരുന്നു. അതിൽ പത്മരാജൻ പറഞ്ഞു, ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ചുരുക്കം സിനിമകളിൽ ഒന്ന് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലാണ്. അത് പക്ഷെ കുറെ കാലം ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങിപ്പോയി. എനിക്കൊന്ന് ഏകദേശം 1.5 വർഷം ഒരു ഷൂട്ട് ഷെഡ്യൂളായി, പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അതിന്റെ ബാക്കി സീൻസ് ഒക്കെ എടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അത് അന്നധികം തിയേറ്ററുകളൊന്നും ഓടിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ തലമുറ പിന്നീട് അത് കണ്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം മറ്റു നടന്മാരായിട്ടുള്ള ബന്ധങ്ങൾ. റഹ്മാൻ കൂടെവിടെയൊക്കെ കഴിഞ്ഞ് മലയാളത്തിൽ പത്മരാജന്റെ സിനിമകളൊക്കെ തന്നെ അഭിനയിച്ചു, മറ്റു സിനിമകളിൽ അഭിനയിച്ച് തിളങ്ങി നിന്ന് തമിഴിൽ പോയി സ്റ്റാറായി. ആ സമയത്താണ് അപരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജയറാമിന്റെ ഒരു സുഹൃത്തായിട്ട് വരണം. അന്ന് റഹ്മാൻ പറഞ്ഞു, പത്മരാജൻ വന്ന് റഹ്മാനോട് പറഞ്ഞു, ഇത് ചെറിയൊരു റോളാണ്, അതായത് ഒരു നായകനൊന്നും അല്ല, എനിക്കറിയാം ഇത് നിന്റെ ഇന്നത്തെ താരമൂല്യത്തിനനുസരിച്ചിട്ടുള്ള റോളല്ല എന്നുള്ളത് അറിയാം, പക്ഷെ നമ്മളൊരു ഉഗ്രം പടം അടുത്തത് ചെയ്യും എന്ന് റഹ്മാൻ ഒരു വാക്ക് കൊടുത്തത്. പത്മരാജൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനോടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് റഹ്മാൻ 3-ാം പക്കം എന്ന് പറയുന്ന ആ ഒരു സിനിമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ജയറാമിന് കുറച്ച് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ജയറാമിന്റെ കേളി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിനിടയ്ക്ക് പത്മരാജൻ ഞാൻ ഗന്ധർവന്റെ ഒരു തിയേറ്റർ വിസിറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ എന്ന രാമനിലയത്തിൽ താമസിക്കുമ്പോൾ ജയറാം പത്മരാജനെ പോയി കണ്ടു. എന്നിട്ട് അന്ന്
പത്മരാജൻ ജയറാമിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടു എന്ന് എനിക്കറിയാം, നീ പേടിക്കണ്ട, നമ്മളൊരു ഉഗ്രൻ സാധനമായിട്ട് അടുത്തത് വരും എന്ന് പറഞ്ഞ ഒരു അത്ലറ്റിക്സിന്റെ ഒരു കഥ. അതായത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന അത്ലറ്റ് മീറ്റിന് പോകുന്ന കുറച്ച് അത്ലറ്റിക്സിന്റെ കഥ. മാഷായിട്ട് ഒരു സ്പോർട്സ് ഒരു കോച്ചായിട്ട് ജയറാമും, അതിൽ ആ കൂട്ടത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു കാമുകനായിട്ട് റഹ്മാൻ, അങ്ങനെ ഒരു വലിയൊരു സിനിമ പത്മരാജന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് നടന്മാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ പത്മരാജൻ നൽകിയിട്ടുണ്ടായിരുന്നു. കൊല്ലം മജിത്ത് എന്ന് പറഞ്ഞ് ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരു നടൻ. അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പത്മരാജന്റെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ചെന്ന ഒരാളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പത്മരാജനെ പിടിച്ച് അഭിനയിപ്പിക്കണം. എനിക്കൂടെ പറന്നെന്ന് പറഞ്ഞ സിനിമയിലാണ് തോന്നുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ നല്ലൊരു വേഷം പത്മരാജൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. എന്തായാലും നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പത്മരാജന്റെ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. മലയാള സിനിമ നമുക്ക് ഒരിക്കലും ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ, പത്മരാജന്റെ കൃതികൾ അല്ലെങ്കിൽ പത്മരാജന്റെ സിനിമകളൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ പറഞ്ഞ പെരുവരിമ്പൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അശോകനെ കൊണ്ടുവന്നു. ഈ പറഞ്ഞ അവരിൽ നിന്ന് പുതുമുഖമായ ജയറാമനെ കൊണ്ടുവന്നു. അജയൻ എന്ന് പറയുന്ന നടനെ മൂന്നാം പക്കത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടു. നിതീഷ് ഭരദ്വാജനെ മലയാളത്തിൽ കൊണ്ടുവന്നു. ഒരുപാട് പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തതാണ്. പുതുമുഖ നായികമാർക്ക് അവസരം കൊടുത്തത്. ഷാരി എന്ന് പറഞ്ഞ നായികയ്ക്ക് അവസരം കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയമൊന്നും നമുക്ക് പോരാ. എങ്കിലും പത്മരാജൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്മരാജന്റെ സിനിമകളും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമന്റ് ചെയ്യാം.